മോനെ ഒരു വല്ലായ്മ? ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ. വേറൊരു ചാനലിൽ നിന്ന് നല്ല പാക്കേജ് ഓഫർ വന്നിരുന്നു. അത് പോണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അതിനിങ്ങനെ വേർത്ത് കുളിക്കാൻ പാകത്തിന് ആലോചിക്കണോ നീ? നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്യേ, മനസ്സിലായോ? അമ്മേ, ഇനി എന്താ? ഞാൻ 10th വരെ ഹോളി ക്രോസ് സ്കൂളിലല്ലേ പഠിച്ചേ. പിന്നെ +2 വിദ്യാനിലും, എഞ്ചിനീയറിംഗ് CBITയിൽ, പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ലണ്ടനിലും. കറക്റ്റ് ഇല്ലേ അമ്മേ? അതെ. ഇപ്പെന്താ അതൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ലമ്മേ, ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതാ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയത്. നീ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊല ചെയ്യുന്ന രീതിയിൽ ആരോ ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ആ നേരത്ത് എങ്ങനെയാ കയ്യിൽ ഫോൺ വന്നേ? മെസ്സേജോ? ശ്രാവ്? ആരായി ശ്രാവ്? ഈ നമ്പർ ആരുടേതാ? ഈ നമ്പർ കണ്ടുപിടിച്ച ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രാവ് 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 ശ്രാവ്. അല്ല, ഈ ശ്രാവ് എന്ന പേരിൽ ആരുടെ നമ്പർ എൻ്റെ ഫോണിലില്ലല്ലോ. മണിയെ വിളിച്ചു നോക്കാം. ഹലോ മണി, നമ്മുടെ സർക്കിളില് ശ്രാവ് എന്ന പേരിൽ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ? ആ പേരിൽ നമ്മുടെ സർക്കിൾ ആരുമില്ലല്ലോ. എന്താ എന്തോറ്റി കാര്യം പറടാ. ഏയ് ഒന്നുമില്ലടാ, ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ബൈ ബൈ. ആടാ ബൈ. ഹലോ. ഹലോ, ഈ നമ്പർ ശ്രാവ് എന്ന ആളുടേതാണോ? അതെ. എത്ര ആൾക്കാരെ വിളിക്കുക ശ്രാവൺ ശ്രാവൺ എന്ന് പറഞ്ഞോണ്ട്? ഞാൻ ഈ നമ്പർ മിനിഞ്ഞാന്നാ വാങ്ങിയത്. ദയവേത് ഒന്ന് വിളിക്കാതിരിക്കോ? ഓ, ഐ ആം സോറി സർ. ഓക്കെ, താങ്ക് യു. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഫോണിൽ ശ്രാവൺ എന്ന പേരിൽ സേവ് ചെയ്തിരുന്ന നമ്പർ അതിനെ കാണാനില്ല. ബട്ട് ആ പേഴ്സൺ ആരാണെന്ന് പോലും എനിക്കറിയില്ല. മണിക്കും അത് ആരാണെന്ന് അറിയില്ല എന്നാ പറയുന്നത്. കറക്റ്റ് ആ നമ്പർ മാത്രം എങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് കാണാതായി? ലെറ്റ്സ് സീ. ഈ പ്രോബ്ലം എങ്ങനെയൊന്ന് സോൾവ് ചെയ്യാ? ഈ സമയത്ത് സൂര്യയോട് സഹായം ചോദിക്കാം. യെസ്. ഹായ് ഡാ. എന്താ സർപ്രൈസ്? ഒരുപാട് കാലത്തിന് ശേഷം ഓർമ്മയൊക്കെ വന്നു. സോറിടാ, ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് ഉണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചേ. അതിന് മാത്രം എന്താ ഇമ്പോർട്ടൻറ്റ്? നീ പറയൂ. വേറൊന്നുമല്ലടാ, ഒരു കുട്ടിയുടെ നമ്പർ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ ഇപ്പോൾ കുട്ടിയുടെ കയ്യിലില്ല. 1 വർഷം മുന്നേ ആ നമ്പർ ഉണ്ടായിരുന്ന അഡ്രസ്സ് എനിക്ക് വേണോടാ. ശരിടാ, ഞാൻ നോക്കിയേക്കാം. ഒരു 10 മിനിറ്റിൽ അയച്ചേക്കാം. ഓക്കേടാ, ഓക്കെ. യെസ്. ഹായ്. ഹായ്. സോറി, ലാസ്റ്റ് വീക്ക് ഒന്നും നിന്നെ വന്ന് കാണാനേ പറ്റിയില്ല. എനിക്ക് വർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഈ വീക്ക് ഉറപ്പായി നിന്നെ കാണാൻ വരാം. ഷുവർ, കാണാലോ. നീ വേറൊന്നും വിചാരിക്കണ്ട. താങ്ക് യു സോ മച്ച്. വീട്ടിലെ റിലേറ്റീവ്സ് ഉണ്ട്, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ. ഹലോ, ആരാ? ഞാനാ ഹരീഷ സംസാരിക്കുന്നേ. യു ആർ നോട്ട് ഹരീഷ്, യു ആർ വിഘ്നേഷ്.
ഷിറ്റ്. ഹലോ ശ്രാവണി, അടുത്തുള്ള ടൗണിൽ നിന്ന് വരുമ്പോ പെട്ടെന്ന് ബൈക്ക് നിന്നുപോയി. ആണോ? എവിടെ എവിടെ നിന്നത്? കുറച്ചങ്ങ് മാറിയ രാമയ്യയുടെ വീടിന്റെ അടുത്ത്. ആണോ? എനിക്ക് എവിടാന്നറിയത്തില്ലല്ലോ. ലൊക്കേഷൻ ഷെയർ ചെയ്യടി. ആ ശരിയടി, ഞാൻ Okay. വേഗം വരാം. എവിടെ പോയി ഇവള്? ലൊക്കേഷൻ ഇവിടാന്നല്ലോ കാണിക്കുന്നേ. ഗൗതമി, ഗൗതമി, ഇതെന്താ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നേ? നീ ആള് കൊള്ളാലോടി, കഥയുണ്ടാക്കാൻ മിടുക്കിയാണല്ലോ. നിന്നെ കൊന്നാലും നീ സത്യം പറയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാ നിന്നെ ഒന്ന് ആസ്വദിച്ചിട്ട് ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനെയും എൻജോയ് ചെയ്യിപ്പിക്കാന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാ ഈ വീഡിയോ ക്യാമറ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് അറിയോ നിനക്ക്? ഇത് ഇഞ്ചക്ട് ചെയ്താ മുഴുവനായിട്ട് ബോധം പോവത്തുമില്ല, അതേസമയം സ്വബോധം ഉണ്ടാവുകയില്ല. ഇതിന്റെ ലഹരിയിൽ നീ നല്ലോണം എനിക്ക് കോപ്പറേറ്റും ചെയ്തു തരും. അപ്പൊ സത്യം പറയടി, പറ. നിനക്കും എന്റെ അച്ഛന്റെ മരണത്തിന് എന്താ ബന്ധം? എന്തുകൊണ്ടാ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യരുതെന്ന് പറയുന്നേ? എന്തിനാ എന്നെ പേടിപ്പിക്കുന്നേ? അത് പിന്നെ പറ. പ്ലീസ് എന്നെ വിട്ടേക്ക്. എന്നെ കൊണ്ട് പറയാൻ നിന്നോട് പറ്റത്തില്ല. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാം. അടങ്ങി നിൽക്കടി. വേണ്ട 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 വേണ്ട, ഞാൻ പറയാം. മര്യാദക്ക് പറ. ആരാ നീ? എന്തിനാ എന്റെ എനിമിയായത്? ഞാൻ നിന്റെ എനിമിയല്ല, നിന്റെ ലവറാ. നീ ഒരുപാട് സ്നേഹത്തോടെ വിളിക്കുന്നത് നിന്റെ ശ്രാവണി. നീ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ജേർണലിസ്റ്റ്, ഞാനൊരു ഫീൽഡ് റിപ്പോർട്ടർ. ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാ, നമ്മളെ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ആഹാ, കണ്ടതൊക്കെ മതി, നമുക്ക് പോയാലോ? ഇത്ര പെട്ടെന്നോ? എത്ര പ്രാവശ്യം നോക്കിയാലും അതേ ഫേസ് തന്നെ. ഈ സമയത്തൊന്നും ഈ മരത്തിന്റെ അടിയിൽ നിൽക്കാൻ പാടില്ല. അതെന്താ? എന്താന്ന് വെച്ചാ, മരങ്ങള് രാത്രിയിൽ CO2 റിലീസ് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് നമ്മള് രണ്ടുപേരും അങ്ങോട്ട് നോക്കോണ്ടിരിക്കാന്ന് വെച്ചോ, പിന്നെ നോക്കാൻ പോലും ആള് കാണത്തില്ല. എന്നാലും നമുക്കൊന്നും പറ്റില്ല. അതെന്താ, നമ്മള് മുകളിൽ നിന്ന് പൊട്ടി വളച്ചതാണോ? അല്ല, ഈ മരം ശരിക്കും ഒരു പ്രത്യേക മരമാ. ഡോണ്ട് വറി, ഇത് അരയാൽ മരമാ. രാത്രിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരേ ഒരു മരമാ ഇത്. അതുകൊണ്ടാണ് നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ. ഇതെല്ലാം കാണുമ്പോ നീ എന്തൊക്കെ തീരുമാനിച്ചേക്കാണല്ലോ. ഞാൻ തീരുമാനിച്ചുകൊണ്ട് നീയും റെഡിയാണെന്ന് തോന്നുന്നു. പ്ലീസ് എന്റെ അടുത്ത് വരില്ലേ? അതെന്താ? എന്റെ ഹോർമോൺസ് വീക്കാ. എനിക്കറിയാം. അറിയാവുന്നോ? പിന്നെന്തിനാ എന്റെ അടുത്ത് വരുന്നത്? ഫോർ കെമിസ്ട്രി. അതുണ്ടാവണമെങ്കിൽ ഹോർമോൺസ് പുറത്തു വന്നേ തീരൂ. ഹോർമോൺസ് പുറത്തു വരണമെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരണം. ഹലോ, നിനക്ക് അറിയാവുന്ന അറിയത്തില്ല, എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല, അതാ കമ്പ്യൂട്ടർ. അതെ, എന്താ നിനക്ക് ഇഷ്ടമല്ലാന്ന് വെച്ച് ദൈവം അത് തരാതിരിക്കില്ല. അതുകൊണ്ടാണ് നിനക്ക് ദൈവം എന്നെ തന്നെ. എന്തിനാ? കെമിസ്ട്രിക്ക് വേണ്ടി. എനിക്ക് ഒരു കെമിസ്ട്രി വേണ്ട, ഞാൻ അങ്ങനെയുള്ള പെങ്കൊച്ചല്ല. ഞാൻ അത്തരത്തിലുള്ള പയ്യനാ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം.